പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ്. നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം 3 മാസം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിപൂർണ പിന്തുണ നൽകുകയും ഇത്രയും അനുകൂലമായ പരാമർശങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്നും വരുന്നത് ഇന്നാണ്, ഇതാദ്യമായാണ്. നേരത്തെ സിംഗിൾ ബെഞ്ച് പറഞ്ഞ പരാമർശങ്ങൾ പ്രതിപക്ഷം വലിയ പ്രചാരണ ആയുധമാക്കുന്ന വേളയിലാണ് കടുത്ത ഭാഷയിൽ തന്നെ ആ വാദങ്ങളുടെ ഒക്കെയും മുനയൊടിച്ചുകൊണ്ട് ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ വരുന്നത്. SITക്ക് കൈയടി. നമുക്ക് ആദ്യം ഇന്ന് കോടതി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. നോക്കൂ, ഇന്നിപ്പോ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, SIT അന്വേഷണം വളരെ ശരിയായ ദിശയിൽ പോകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. മറ്റൊന്ന്, ഈ സംഘത്തിൽ, അതായത് നിലവിലെ അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസം എന്നും പറയുന്നു. ഈ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്നും പറയുന്നു. അടുത്തത്, SIT അന്വേഷണത്തിൽ യാതൊരു പിഴവുമില്ലെന്നും അന്വേഷണ സംഘത്തിൽ പൂർണ്ണമായ വിശ്വാസമാണെന്നും കോടതി നിരീക്ഷിക്കുകയാണ്. ഇനി കോടതി പറഞ്ഞത് സ്വാഭാവിക ജാമ്യം അന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. കാരണം പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ അത് പ്രതിപക്ഷം വലിയൊരു പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ അന്വേഷണത്തെ ബാധിക്കില്ല. അതേപോലെ തന്നെ സ്വർണ്ണ കവർച്ച അതിസങ്കീർണമായ കേസാണെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുന്നു. 90 ദിവസത്തിനു ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കോടതി പറയുന്നത്. ഇനി കൊലപാതകം, മർദ്ദനം എന്നിവ പോലെ, മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഇത് എന്ന് കോടതി പറയുകയാണ്. കവർച്ചയുടെ ഓരോ കണ്ണികളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. അതേപോലെ തന്നെ ഈ വിചാരണ സൂക്ഷ്മമായി നടത്തേണ്ട ഒരു കേസാണ് ഇതെന്നും കൂടി പറയുകയാണ് കോടതി. കുറ്റപത്രം നൽകിയില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നില്ല. ശാസ്ത്രീയ അന്വേഷണം അടക്കം ഈ വിഷയത്തിൽ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്നും ഇന്ന് കോടതി നിരീക്ഷിച്ചു. യഥാസമയം കുറ്റപത്രം നൽകിയില്ല എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അല്ല. അതേപോലെ തന്നെ ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി പറയുകയാണ്. SITക്കും പ്രശംസയുണ്ട്. കാരണം ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നും കോടതി പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രശംസിച്ച കോടതി ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണം നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി CBI അന്വേഷണം ആവശ്യമില്ല എന്ന ഹർജി നൽകിയത് BJPയും അതേപോലെ തന്നെ VHPയും അതേപോലെ തന്ത്രി സമാജവുമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, VHP, തന്ത്രി സമാജം CBI അന്വേഷണം ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് CBIയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു.